ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിടുക്കനായിട്ടുള്ള റെസിപ്പി ഷെയർ ചെയ്യുവാനാണ് കേട്ടോ. പ്രോൺസ് റെസിപ്പിയാണ്. ഈ ചെമ്മീൻ പിടിച്ചിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. ഐസൊന്നും ഇടാത്ത ചെമ്മീനാണ് കേട്ടോ. 1 കിലോ ചെമ്മീനാണ്. ഇതിൻ്റെ തല കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് പറ്റിച്ചെടുക്കാം. ചെമ്മീനത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സ്മോൾ പീസാക്കിയിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഈ ചെമ്മീനൊന്ന് പറ്റിച്ചെടുക്കാം. പ്രോൺസ് വേകാൻ അധികം ടൈം ആവശ്യമില്ല. ഏകദേശം 6 to 8 മിനിറ്റ് മതിയാകും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. പാൻ വെക്കാം. പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 മീഡിയം സൈസ് സവോള ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഈ റെസിപ്പിയിൽ ചെറിയ ഉള്ളിയാണ് ഞാൻ കൂടുതലായി എടുത്തിരിക്കുന്നത്. 25 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. നല്ല നാടൻ ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് സോട്ടാകട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇടാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് വരെ അതിൻ്റെ റോ ഫ്ലേവർ മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ പറ്റിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രേവി ചെമ്മീത്തിലേക്കൊന്ന് ഇൻഫ്യൂസ് ചെയ്യാനാണേ. പകുതി നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിച്ചീര ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊരു 10-20 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ആ ചാറൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം, ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.